الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم قد مكر الذين من قبلهم فأتى الله بنيانهم من القواعد فخر عليهم السقف من فوقهم وأتاهم العذاب من حيث لا يشعرون ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസിനികളെ, സത്യകർത്താവും സർവ്വലോക നിയന്താവും സർവ്വ അനുഗ്രഹങ്ങളുടെയും ദാതാവുമായ അള്ളാഹുവിന്റെ വിധികളും വിലക്കുകളും യഥോചിതം പാലിച്ചു ജീവിക്കാൻ പരമാവധി പരിശ്രമിക്കണമെന്ന് ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അള്ളാഹു നമുക്കെല്ലാവർക്കും അവനിഷ്ടപ്പെട്ട വഴിയിൽ മരണം വരെ മുന്നോട്ടു പോകാനും മരണാനന്തരം റബ്ബിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ചുകൂടാനുമുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, രാവും പകലും സോഷ്യൽ മീഡിയയിലൂടെയും അല്ലാതെയുമൊക്കെ ഇസ്ലാമിനെയും വിശ്വാസികളെയും കരിവാരിത്തേക്കാനും ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഈ ദീനിലേക്ക് ആളുകളെ ഒഴുക്കിനെ തടയാനും പരിശ്രമിക്കുന്നവർ, ദീന് പഠിച്ചവരെ നേർക്കുനേരെ സംവദിക്കാൻ അവസരം കിട്ടിയപ്പോൾ ഒളിച്ചോടിയ കാഴ്ചയാണ് കേരളത്തിൽ നിരീശ്വരവാദത്തിന്റെ അപ്പോസ്തലന്മാരായി അറിയപ്പെടുന്നവരുടെ കൂട്ടത്തിലെ ഒരാൾ, ഇസ്ലാമിന്റെ ലണ്ടനിലെ കപടമുഖം വലിച്ചു കീറാൻ എന്ന ഭാവേന വലിയ പോസ്റ്റെല്ലാം ഇട്ടുകൊണ്ട് അവിടെ സ്പീക്കേഴ്സ് കോർണറിൽ ചെന്ന് വിശുദ്ധ ഖുർആനിൽ ഒരു മുസ്ലിമായ ഒരു വ്യക്തിക്ക് അയാളുടെ മകളുടെ കൂടെ കിടക്കാം, അയാളെ കല്യാണം കഴിക്കാൻ അവകാശമുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുകയും അതിന് തെളിവ് കൊണ്ടുവരാൻ 10-20 മിനിറ്റ് സമയം നൽകിയിട്ട് അദ്ദേഹത്തിന് കാണിച്ചു കൊടുക്കാൻ സാധിക്കാതിരിക്കുകയും ഓൺലൈനിൽ ഞാനിതിന്റെ മറുപടി നൽകാമെന്ന് പറഞ്ഞ സമയം ഓൺലൈനിൽ വരാതിരിക്കുകയും സംവാദത്തിൽ നിന്ന് ഒളിച്ചോടുകയും ചെയ്ത വാർത്ത നമ്മളെല്ലാവരും കണ്ടുകാണും. ഐ ആം കാഫിർ എന്ന് സ്വയം തൊപ്പിയിൽ എഴുതി മുസ്ലിമായി ജനിക്കുകയും പിന്നീട് ഇസ്ലാം ഉപേക്ഷിക്കുകയും ചെയ്ത് എക്സ് മുസ്ലിം എന്ന പേരും വെച്ച് ഞാൻ കാഫിറാണ് എന്ന തൊപ്പിയും ധരിച്ച് ഇസ്ലാമിനെ വെല്ലുവിളിക്കാൻ ഇറങ്ങിത്തിരിച്ചവൻ അപമാനിതനാവുകയാണ്. മുമ്പും ഇതുപോലെ അപമാനിതനായിട്ട് യാതൊരു ജാള്യതയുമില്ലാതെ വീണ്ടും ഇസ്ലാമിനെതിരെ ആരോപണങ്ങളുമായിട്ട് ഇറങ്ങിയ വ്യക്തിയായതുകൊണ്ട് തന്നെ അയാളെ എത്രത്തോളം ഈ രംഗത്ത് ബോധ്യപ്പെടുത്താൻ സാധിക്കുമെന്ന കാര്യം നമുക്കറിയില്ലെങ്കിൽ പോലും അയാൾക്കു വേണ്ടി തങ്ങളുടെ സമയവും
തങ്ങളുടെ ചിന്തയുമെല്ലാം പണയപ്പെടുത്തുകയും അയാൾ പറയുന്നതിലൊക്കെ കാര്യമുണ്ട് എന്ന് വിചാരിക്കുകയും ചെയ്യുന്നവരോട് ചില കാര്യങ്ങൾ ബോധ്യപ്പെടുത്താനുണ്ട്. വിശുദ്ധ ഇസ്ലാം ഇന്നും ഇന്നലെയും ഉണ്ടായതല്ല. ആദിമ മനുഷ്യൻ ആദം നബിയുടെ മതമാണ് ഇസ്ലാം. ലോകത്ത് വന്ന മുഴുവൻ പ്രവാചകന്മാരും സമുദായത്തോട് ആഹ്വാനം ചെയ്തത്, പഠിപ്പിച്ചത് ഇസ്ലാമാണ്. ലോകാവസാനം വരെ നിലനിൽക്കുന്ന മതമാണ് ഇസ്ലാം. ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം. ലോകസർത്താവിന്റെ അടുക്കൽ സ്വീകരിക്കപ്പെടുന്ന മതം അത് ഇസ്ലാം മാത്രമാണ്. വമൻ യബ്തഗി ഗൈറൽ ഇസ്ലാമി ദീനൻ ഫലൻ യുഖ്ബല മിൻഹു. ഇസ്ലാം അല്ലാത്ത മറ്റേതെങ്കിലും ആരെങ്കിലും കാംക്ഷിച്ചാൽ, ആഗ്രഹിച്ചാൽ അത് പടച്ചറബ് സ്വീകരിക്കുകയില്ല. കാരണം ഈ പ്രവിശാലമായ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് പടച്ചു പരിപാലിച്ച അല്ലാഹു, ഇവിടെയുള്ള ഓരോ ജന്തുജാലങ്ങൾക്കും വഴി കാണിച്ച അല്ലാഹു മനുഷ്യനെ മാത്രം വഴി കാണിക്കാതെ വിട്ടേച്ചിട്ടില്ല. ഓരോ കാലഘട്ടത്തിലും അവർക്കനിവാര്യമായ പ്രബോധകന്മാരെയും പ്രവാചകന്മാരെയും ദൂതന്മാരെയും നബിമാരെയും റസൂലുമാരെയും അല്ലാഹു നിയോഗിച്ചയച്ച് അവരിലൂടെ കൃത്യമായ ദിവ്യ സന്ദേശം വഹയിലൂടെ ജനപദത്തെ നന്മയിലേക്ക് നയിക്കുകയാണ് അല്ലാഹു ചെയ്തിട്ടുള്ളത്. ആ പടച്ചറബിന്റെ ഹിക്മത്താണ്, അവന്റെ പ്രവർത്തനങ്ങളാണ്, അത്ഭുതങ്ങളാണ് ഈ ലോകത്ത് ഉടനീളം നമ്മൾ കാണുന്നതെങ്കിൽ ആ അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് നമ്മളെ പടച്ച് പരിപാലിച്ച് സംവിധാനിച്ച് നമ്മെ മരിപ്പിച്ച് നാളെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നതെങ്കിൽ ആ അല്ലാഹു പ്രവാചകന്മാരിലൂടെ പഠിപ്പിച്ച ഈ ദീൻ അതുമാത്രമേ നിലനിൽക്കുകയുള്ളൂ. മനുഷ്യരുടെ ചിന്തയും കഴിവുകളും അറിവുകളും കണ്ടെത്തലുകൾക്കും പരിമിതിയുണ്ട്, പരിധിയുണ്ട്. അവൻ ജീവിക്കുന്ന സാഹചര്യം, അവൻ പഠിച്ച വിദ്യാഭ്യാസം, അവൻ ജീവിക്കുന്ന നാട്, അതിന്റെ പരിസരം, ഇതിന്റെ എല്ലാം സ്വാധീനം ഒരു മനുഷ്യനിലുണ്ടാകും. മനുഷ്യനെ ഗൈഡ് ചെയ്യാൻ ഒരു മനുഷ്യന് സാധ്യമല്ലെന്ന തിരിച്ചറിവിൽ നിന്നുകൊണ്ട് മാറി മാറി വരുന്ന ജനപഥത്തിന് മാർഗദർശനം നൽകാൻ അല്ലാഹു അയച്ചതാണ് ഈ ദീനുൽ ഇസ്ലാം. ഇതിലൊരു കുറവുണ്ടെന്ന് കാണിക്കാൻ ഒരാൾക്കും സാധ്യമല്ല. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി. ഈ ദീൻ സമ്പൂർണ്ണമാണ്. ഇതിലൊരു കുറവ് ഒരാൾക്കും കാണിക്കാൻ സാധിക്കില്ല. അഫല യതദബ്ബറൂനൽ ഖുർആൻ. നിങ്ങൾ ഈ ഖുർആനിനെ കുറിച്ച് കൃത്യമായി ഉറ്റാലോചിക്കാൻ തയ്യാറുണ്ടോ? വലൗ കാന മിൻ ഇൻദി ഗൈരില്ലാഹി ലവജദു ഫീഹി ഇഖ്തിലാഫൻ കസീറ. ലോകസത്താവായ അല്ലാഹുവിന്റേതായിരുന്നില്ല ഈ ഖുർആനെങ്കിൽ അതിൽ ധാരാളം അഭിപ്രായ വ്യത്യാസങ്ങൾ നിങ്ങൾക്ക് കാണാമായിരുന്നു. ഈ ഖുർആനിനെ നേർക്കുനേരെ പഠിക്കാനും ചിന്തിക്കാനും മനനം ചെയ്യാനും ഗവേഷണം ചെയ്യാനും ഒരു എളിയ ശ്രമം നടത്തുന്നവരോട് ഖുർആൻ പറയും, തൻസീലും മിർ റബ്ബിൽ ആലമീൻ. ഇത് ലോകരക്ഷിതാവിന്റെ ഖുർആനാണ്, അവന്റെ വചനങ്ങളാണ്. ഈ ദീൻ അല്ലാഹുവിന്റെ മതമാണെന്ന് ഖുർആൻ നമ്മളോട് സംസാരിക്കും. യാതൊരു കുറവുകളും ആ ഖുർആൻ വരുത്തിയിട്ടില്ല, ഈ ദീൻ വരുത്തിയിട്ടില്ല. നീതിയുടെയും ധർമ്മത്തിന്റെയും സമാധാനത്തിന്റെയും നന്മയുടെയും മതമാണിത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഹിക്മത്തുള്ളവനാണ്. അവന്റെ ഹിക്മത്ത് നമ്മുടെ ഈ ജീവിക്കുന്ന പരിസരത്തും പ്രപഞ്ചത്തിലും നമ്മൾ കാണുന്നുണ്ട്. അതേ ഹിക്മത്ത് അല്ലാഹുവിന്റെ മത നിയമങ്ങളിലുമുണ്ട്. നമുക്ക് മസ്ലഹത്തില്ലാത്ത ഒരു കാര്യം അല്ലാഹു നമ്മളോട് കൽപ്പിച്ചിട്ടില്ല. നമുക്ക് മഫ്സദത്തില്ലാത്ത, നമുക്ക് ഫസാദായിട്ടുള്ള, നമുക്ക് കുഴപ്പമുള്ള ഒരു കാര്യമല്ലാതെ അല്ലാഹു വിലക്കിയിട്ടില്ല. നാൾക്കുനാൾ നാം കേൾക്കുന്ന ദുരന്ത വാർത്തകളുടെ പിന്നിലുള്ള ഏറ്റവും വലിയ കാരണം എന്തെന്ന് ചോദിച്ചാൽ പടച്ച റബ്ബ് നിഷിദ്ധമാക്കിയ വഴികളിലൂടെ നാം കടന്നുപോകുന്നു എന്നതാണ് പല ദുരന്തങ്ങളുടെയും കാരണം. അതുകൊണ്ടാണ് പടച്ച റബ്ബ് നേരത്തെ അതെല്ലാം ഹറാമാക്കിയത്. ഈ ദീനിനെ നിനക്കൊരിക്കലും നാം ഹറജുള്ളതാക്കിയിട്ടില്ല, ബുദ്ധിമുട്ടുള്ളതാക്കിയിട്ടില്ല. മാ അൻസൽനാ അലൈക്കൽ ഖുർആന ലിതഷ്ഖാ. നിങ്ങളെ പ്രയാസപ്പെടുത്താനും ബുദ്ധിമുട്ടിക്കാനുമല്ല ഈ ഖുർആൻ നിങ്ങൾക്ക് ഇറക്കി തന്നിരിക്കുന്നത്. സമാധാനവും സന്തോഷവും ശരിയായ വഴിയിലൂടെ ഒരു മനുഷ്യന് ജീവിക്കാൻ, ഒരു കുടുംബത്തെ കൊണ്ടുപോകാൻ, ഐക്യത്തോടെ സാഹോദര്യത്തോടെ പരസ്പരം തമ്മിലടിക്കാതെ, ചോര ചിന്താതെ, കവർച്ച നടത്താതെ, അന്യായങ്ങൾ ചെയ്യാതെ നീതിപൂർവകമായി കാര്യങ്ങൾ നടത്തിപ്പോകാൻ നമ്മളെ പ്രചോദിപ്പിക്കുന്ന നീതിയുടെ മതം, സത്യത്തിന്റെ മതം, ധർമ്മത്തിന്റെ മതം, സമാധാനത്തിന്റെ മതം. ഇസ്ലാം എന്ന പദം തന്നെ സമാധാനത്തെ സൂചിപ്പിക്കുന്നതാണ്. ആ സമാധാനവും ശാന്തിയും ഇതിന്റെ എല്ലാ കൽപ്പനയിലുമുണ്ട്. ഇന്നല്ലാഹ കതബൽ ഇഹ്സാൻ അലാ കുല്ലി ഷൈ. അല്ലാഹു എല്ലാ കാര്യങ്ങളിലും ഇഹ്സാൻ ചെയ്യാൻ, നന്മ കൊണ്ടുവരാൻ നിങ്ങളോട് കൽപ്പിക്കുന്നു. ഫഇൻ ഖതൽതും ഫഅഹ്സിനുൽ ഖിത്ല. യുദ്ധത്തിൽ നിങ്ങൾ ശത്രുക്കളുമായി പോരാടുമ്പോൾ, നിങ്ങൾ ശത്രുവിനെ കൊലപ്പെടുത്തുമ്പോൾ പോലും അവിടെ ഇഹ്സാൻ കാണിക്കണം. വഇദാ ദബഹ്തും ഫഅഹ്സിനുദ് ദിബ്ഹ. നിങ്ങൾ അറവ് നടത്തുകയാണെങ്കിൽ മൃഗത്തിന് ബുദ്ധിമുട്ടുണ്ടാകാത്ത കോലത്തിൽ, നല്ല മൂർച്ച
മൂർച്ചയുള്ള ആയുധം കൊണ്ട് ഒറ്റ വെപ്പിന് ആ മൃഗത്തെ, നിങ്ങൾക്ക് ഭക്ഷണമാക്കി തന്ന മൃഗത്തെ കൊല്ലണമെന്ന്, അറുക്കണമെന്ന് ഇസ്ലാം നമ്മളോട് കൽപ്പിക്കുകയാണ്. ഓരോ രംഗത്തും ഇസ്ലാമിന്റെ ഓരോ കൽപ്പനയിലും, അതിന്റെ വിശ്വാസത്തിലും, അതിന്റെ ശിക്ഷാമുറകളിലും, സ്ത്രീകളോടുള്ള കൽപ്പനകളിൽ, പുരുഷന്മാരുള്ള കൽപ്പനകളിൽ, അതിന്റെ സാമ്പത്തിക രംഗത്തുള്ള നിർദ്ദേശങ്ങളിൽ, കുടുംബരംഗത്തുള്ള നിർദ്ദേശങ്ങളിൽ എല്ലാം നമുക്ക് ആ ഇഹ്സാൻ കാണാൻ സാധിക്കും. പക്ഷേ സഹോദരന്മാരെ, ഈ ഇസ്ലാമിന്റെ തുടക്കം മുതൽക്ക് തന്നെ ധാരാളം എതിർപ്പുകളും ശത്രുക്കളും ഉണ്ടായിട്ടുണ്ട്. ഈവൻ നമ്മുടെ കണ്ണുകൾക്ക് ഗോചരമല്ലാത്ത പിശാചുക്കൾ ഇതിനെതിരെ തന്ത്രങ്ങൾ മെനയുന്നുണ്ട്. വിശുദ്ധ ഖുർആൻ സൂറത്ത് ഹജ്ജിന്റെ 52-ാമത്തെ ആയത്തിൽ പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല പ്രവാചകനെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറയുന്ന വാചകമുണ്ട്, വമാ അർസൽനാ മിൻ ഖബ്ലിക മിർ റസൂൽ, നബിയെ താങ്കൾക്ക് മുമ്പ് ഞാനൊരു റസൂലിനെ നിയോഗിച്ചിട്ടില്ല, വല നബി, ഒരു നബിയെയും നിയോഗിച്ചിട്ടില്ല, ഇല്ലാ ഇദാ തമന്ന, അവർ ജനങ്ങൾക്ക് ഖുർആൻ ഓതിക്കൊടുത്താൽ, ദിവ്യ സന്ദേശത്തിന്റെ വഹയിന്റെ വചനങ്ങൾ ഓരോ നബിമാരും അതത് സമുദായത്തിന് ഓതിക്കൊടുക്കുമ്പോൾ അൽഖശൈത്വാനു ഫീ ഉംനിയതിഹി, അതിനിടയിലൂടെ പിശാച് അവന്റെ ചില വചനങ്ങൾ കടത്തിക്കൂട്ടുകയും ആളുകൾക്കിടയിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കുകയും പ്രവാചകന്മാർ ആയത്തുകൾ ഓതിയിട്ട് പടച്ച റബ്ബിന്റെ വാചകങ്ങൾ ഉച്ചരിച്ചുകൊണ്ട് ജനങ്ങളെ നന്മയിലേക്ക് ക്ഷണിക്കുമ്പോൾ അതിനിടയിലൂടെ ജനങ്ങളെ തെറ്റിക്കാൻ വേണ്ടിയിട്ട് പിശാച് അവന്റേതായ വചനങ്ങൾ, ആയാത്തുകൾ ഇറക്കുമതി ചെയ്യുന്നത് പതിവായിരുന്നു എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാഹു ഓർമ്മപ്പെടുത്തുകയാണ്. പക്ഷേ അതുകൊണ്ട് വഹയിൽ പൈശാചികത കടന്നുകൂടിയിട്ടുണ്ടോ? ഒരിക്കലുമില്ല. പ്രവാചകന്മാർക്ക് അവരുടെ ദൗത്യം കൃത്യമായി നിർവഹിക്കാൻ കഴിയാതെ ആശയക്കുഴപ്പമുണ്ടായിട്ടുണ്ടോ? ഒരിക്കലുമില്ല. ഫയൻസഖുല്ലാഹു മാ യുൽഖി ശൈത്വാൻ സുമ്മ യുഹ്കിമുല്ലാഹു ആയാതി വല്ലാഹു അലീമുൻ ഹകീം. പിശാചിക്കലിട്ട് കൊടുക്കുന്ന ഇത്തരം വചനങ്ങളിലേക്ക്, വിശുദ്ധ ഖുർആനിന്റെ അല്ലെങ്കിൽ ദിവ്യ സന്ദേശത്തിന്റെ പടച്ച റബ്ബിന്റെ വാക്യങ്ങളിലേക്ക് ആ പിശാചിന്റെ വാചകങ്ങൾ ലയിച്ചു പോകാതെ പിശാചിട്ട് കൊടുക്കുന്ന വചനങ്ങളെ അള്ളാഹു നിർവീര്യമാക്കി കളയുകയാണ് ചെയ്യുന്നത് എന്നതാണ്. പിശാചുക്കൾ മനുഷ്യനെ വഴിതെറ്റിക്കാൻ വേണ്ടിയിട്ട് അവന്റെ ഉള്ളിലേക്ക് ഇട്ടുകൊടുക്കുന്ന ചില വചനങ്ങൾ, ചില ഓർമ്മപ്പെടുത്തലുകൾ, ചില ആയാത്തുകൾ, അതിനെ പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല വഹയിലേക്ക് കടത്തിക്കൂട്ടാതെ വിശുദ്ധ ഖുർആനിനോ അല്ലെങ്കിൽ മുൻ വേദങ്ങൾക്കോ ഏതെങ്കിലും തരത്തിലുള്ള കുറവുകൾ ആ കാലഘട്ടത്തിൽ സംഭവിപ്പിക്കാതെ ആ പ്രവാചകനെയും ആ വഹയിനെയും ആ ഉപദേശങ്ങളെയും കാത്തു സൂക്ഷിച്ചിട്ടുണ്ടെന്നും പിശാചിന്റെ കടത്തിക്കൂട്ടലുകളെ അള്ളാഹു നിർവീര്യമാക്കിയിട്ടുണ്ട് എന്നുമാണ് ഈ ആയത്തിലൂടെ പടച്ച റബ്ബ് പറയുന്നത്. അപ്പോൾ പിശാചുക്കളുടെ തന്ത്രം കൊണ്ട് ഈ ദീനിനെ തകർക്കാൻ സാധിക്കുകയില്ല. ഇനി അവൻ പ്രചോദിപ്പിച്ചിട്ട് അവൻ മോട്ടിവേഷൻ കൊടുത്ത് ഇറക്കിവിടുന്ന ഇസ്ലാമിന്റെ ശത്രുക്കൾ അവരുടെ നീണ്ട നാവ് കൊണ്ട്, അവരുടേതായിട്ടുള്ള ചിന്തകൾ കൊണ്ട്, അവരുടേതായിട്ടുള്ള യുക്തികൾ കൊണ്ട് ഈ വിശുദ്ധ ഖുർആനിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്തെ, ഈ ഇസ്ലാമിന്റെ ഏതെങ്കിലും ഒരു കൽപ്പനയെ അവരുടെ നാവ് കൊണ്ട് അവർക്ക് പറഞ്ഞു ഫലിപ്പിച്ച് ഇസ്ലാം തെറ്റാണെന്ന് സ്ഥാപിക്കാൻ ലോകത്തൊരു ബുദ്ധിജീവിക്കും സാധ്യമല്ല. ഇന്ന് ജീവിക്കുന്നതിനേക്കാൾ വലിയ ബുദ്ധിജീവികൾ മുമ്പ് കഴിഞ്ഞു പോയിട്ടുണ്ട്. ഇതിനേക്കാൾ നല്ല ചിന്തയുള്ളവർ, കാഴ്ചപ്പാടുള്ളവർ, ഒരുപാട് കണ്ടുപിടുത്തങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചവർ, അവർ എഴുതി വെച്ചതും അവർ പഠിച്ചു വെച്ചതും അവർ കണ്ടെത്തിയതും ഉപയോഗിക്കുക മാത്രമാണ് ഈ കാലഘട്ടത്തിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇതിന്റെയെല്ലാം ഉപജ്ഞാതാക്കളായിരുന്ന നിരവധി ബുദ്ധിജീവികൾ എന്ന് പറയാൻ സാധിക്കുന്ന ആളുകൾ, അവർക്ക് പോലും ഈ ഇസ്ലാമിനെ നശിപ്പിക്കാൻ സാധ്യമായിട്ടില്ല. ഇന്നും ഇസ്ലാമിന്റെ മഹത്തരമായ ജിഹാദിനെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ലോകത്തുടനീളം ഇസ്ലാമോഫോബിയ പ്രചരിപ്പിക്കുമ്പോഴും ലോകത്തുടനീളം അതിവേഗതയിൽ ഈ ഇസ്ലാം മതം പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആളുകൾ ഇത് സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ സമാധാന തീരത്തേക്ക് വന്നണഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സിനിമകൾക്കും പാട്ടിനും മദ്യത്തിനും ലഹരിക്കും തോന്നിവാസങ്ങൾക്കും ക്ലബിലും പബ്ബിലും ലഭിക്കാത്ത ആസ്വാദനം ഈ വിശുദ്ധ ഇസ്ലാം നൽകുന്നു എന്ന് അവർ ലോകത്തോട് ഉച്ചയിസ്തരം പ്രഖ്യാപിക്കുകയാണ്. അതേസമയം ഡോളറുകൾ ചിലവഴിച്ചുകൊണ്ട് വെബ്സൈറ്റുകൾ സ്ഥാപിച്ച് അതിനെ മുന്നോട്ട് നയിക്കാൻ സ്റ്റാഫുകളെ നിയമിച്ച് ലോകത്തുടനീളം അക്രമാസക്തമായ ഒരവസ്ഥയുണ്ടാക്കിയിട്ട് അത് ഇസ്ലാമിന്റെ വക്താക്കളാണ് അതിന്റെ എല്ലാം പിന്നിലെന്ന് സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് ധാരാളം ആളുകളെ, കൂലിക്കാരെ വളർത്തിയെടുത്ത് അവർക്ക് പരിശീലനം കൊടുത്ത് ലോകത്തിന്റെ വിവിധങ്ങളായ ഭാഗങ്ങളിൽ ആയുധങ്ങൾ കൊടുത്ത് അവരെ അവിടെ ചാവേറുകളാകാൻ വിട്ട് ഡോളറുകൾ ചിലവഴിച്ചിട്ടും ഇന്നും എന്തുകൊണ്ട് ഇസ്ലാം ചർച്ചയാകുന്നു, ഇന്നും എന്തുകൊണ്ട് ഇസ്ലാമിലേക്ക് ആളുകൾ ഒഴുകുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് പടച്ച റബ്ബിന്റെ മതമാണ്. ഇന്ന കൈദ ശൈത്താനി കാന ദഈഫ, പിശാചിന്റെ തന്ത്രം കൊണ്ട് ഈ മതത്തെ തകർക്കാനാവില്ല. പിശാചിന്റെ സപ്പോർട്ട് കൊണ്ട് ഏതെങ്കിലും ഒരാൾക്ക് ഈ ദീനിനെ ഊതിക്കെടുത്താൻ സാധിക്കുമെന്ന് ഒരാളും വിചാരിക്കേണ്ടതില്ല. പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നു, ബൽ നഖദിഫു ബിൽ ഹഖ്ഖി അലൽ ബാത്തിൽ, ബാത്തിലിനെ സത്യം കൊണ്ട് ഞാൻ എറിഞ്ഞു തോൽപ്പിക്കും. ഫയദ്മഉഹു ഫഇദാ ഹുവ സാഹിഖ്, അസത്യത്തിന് നേരെ പടച്ച റബ്ബ് സത്യത്തെ കൊണ്ട് എറിയും. അങ്ങനെ ആ അസത്യം തകർന്ന് തരിപ്പണമാകും എന്ന് അല്ലാഹുവിന്റെ ഖുർആൻ സൂറത്തുൽ അംബിയാഇന്റെ 18-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുകയാണ്.
യുരീദൂന ലിയുത്ഫിഉ നൂറല്ലാഹി ബിഅഫ്വാഹിഹിം വല്ലാഹു മുതിമ്മു നൂരി വലൗ കരിഹൽ കാഫിറൂൻ. മൂസാ നബിയുടെ ജനത അദ്ദേഹത്തെ കളവാക്കി, ഈസാ നബിയുടെ ജനത അദ്ദേഹത്തെ കളവാക്കി. ലോകത്തുടനീളം ദീൻ പറയാൻ വന്ന പ്രവാചകന്മാരെ ആയുധം കൊണ്ടും അധികാരം കൊണ്ടും സമ്പത്ത് കൊണ്ടും സന്നാഹം കൊണ്ടും തോൽപ്പിക്കാമെന്ന് പലരും വിചാരിച്ചപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആല പറയാണ്, യുരീദൂന ലിയുത്ഫിഉ നൂറല്ലാഹ്, അവർ അല്ലാഹുവിന്റെ പ്രകാശത്തെ ഊതിക്കെടുത്താൻ ശ്രമിക്കുകയാണ്. വല്ലാഹു മുതിമ്മു നൂരി, അല്ലാഹുവിന്റെ പ്രകാശത്തെ പടച്ച റബ്ബ് പൂർത്തീകരിക്കുക തന്നെ ചെയ്യും. വലൗ കരിഹൽ കാഫിറൂൻ, ഈ മതത്തിനെതിരായി നിൽക്കുന്നവർ, ഇതിന്റെ ബദ്ധവൈരികളായവർ, ഇത് പ്രചരിപ്പിക്കുന്നതിൽ വല്ലാത്ത നീരസമുള്ളവർ, ചൊറിച്ചിൽ അനുഭവപ്പെടുന്നവർ, അവർ അല്പം ചൊറിയേണ്ടി വരുമെന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. വലൗ കരിഹൽ കാഫിറൂൻ, ഈ ദീനിന്റെ പ്രചാരണം കണ്ട്, ഇതിൽ ആളുകൾ സമാധാനം അടയുന്നത് കണ്ട്, ഇത് ലോകത്തിന് പരിഹാരമായി വളർന്നു പന്തലിക്കുന്നത് കണ്ട്, ഓരോ അവസ്ഥയിലും സമൂഹത്തെ ഗൈഡ് ചെയ്യാനുള്ള ഈ വിശുദ്ധ ഇസ്ലാമിന്റെ പവർ കണ്ട് ഇതിന്റെ എതിരാളികൾ മനസ്സ് വേദനിച്ചാൽ അവർ മനസ്സ് വേദനിക്കേണ്ടി വരുമെന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. ലയബ്ലുഗന്ന ഹാദൽ അംർ മാ ബലഗൽ ലൈലു വന്നഹാർ, അല്ലാഹുവിന്റെ പ്രവാചകൻ പറയാണ്, രാവും പകലും എവിടെയെല്ലാം എത്തുമോ അവിടെയെല്ലാം ഈ ദീനെത്തും. വലയത്റുഖുല്ലാഹു ബൈത മദരിൻ വലാ വബരിൻ, മണ്ണുകൾ കൊണ്ട് മൺകട്ടകൾ അടുക്കി വെച്ച കുടിലുകൾ, തുകൽ കൊണ്ട് നിർമ്മിച്ച താൽക്കാലികമായ ഷെൽട്ടറുകൾ, അവിടേക്ക് പോലും ഇതെത്തും. ഗ്രാമങ്ങളിലും നഗരങ്ങളിലും പട്ടണങ്ങളിൽ ഇതെത്തുമെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം അവിടെ എല്ലാം എത്തുന്ന ഇടമാണ് പട്ടണങ്ങൾ എന്ന് പറയുന്നത്. എന്നാൽ ആരും എത്തിപ്പിടിക്കാത്ത, ഒരു വീട് സ്വസ്ഥമായി വെക്കാൻ കഴിയാത്ത വിധത്തിൽ ആളുകളൊന്നും എത്തിപ്പെടാത്ത ഏതെങ്കിലും ഒരു ഇടങ്ങളിൽ തുകൽ കൊണ്ട് നിർമ്മിച്ച വീടുകൾ, അവിടെ മനുഷ്യർ താമസിക്കുന്നെങ്കിൽ അവിടെയും ഈ ദീനെത്തും. വലാ മദരിൻ വലാ യത്റുഖുല്ലാഹു ബൈത മദരിൻ വലാ വബരിൻ ഇല്ലാ അദ്ഖലഹുല്ലാഹു ഹാദദ്ദീൻ, ഈ ദീന് ആ ചെറ്റക്കുടിലുകളിൽ വരെ പടച്ച റബ്ബ് സുബ്ഹാനഹു വതആല എത്തിക്കുമെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ എല്ലാറ്റിനും അതിജയിക്കും. വല്ലദീ അർസല റസൂലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ്, ഈ ഹുദയും ദീനുൽ ഹഖുമായിട്ട് അല്ലാഹുവിന്റെ പ്രവാചകനെ അല്ലാഹു നിയോഗിച്ചയച്ചിരിക്കുന്നു. ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലി, എല്ലാ മതത്തിന്റെയും മേലെ ഈ ഇസ്ലാം അത് അതിജയിച്ചു നിൽക്കുമെന്ന് അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്. വലൗ കരിഹൽ മുശ്രികൂൻ, ബഹുദൈവ വിശ്വാസികൾ വെറുപ്പോടുകൂടെ നോക്കിക്കണ്ടാലും ശരി, ഇസ്ലാമിനോട് വെറുപ്പുണ്ടായിട്ട് എക്സ് മുസ്ലിമീങ്ങളായിട്ട് സദാസമയം ഇതിനെതിരെ മാലിന്യങ്ങൾ ഛർദ്ദിച്ചുകൊണ്ടിരിക്കുന്നവർ, അവർ എത്ര വേദനിച്ചാലും വലൗ കരിഹൽ മുശ്രികൂൻ, മുശ്രിക്കുകളും കാഫിറുകളും, അതായത് സത്യനിഷേധികളും ബഹുദൈവാരാധകരും എത്ര വെറുപ്പോടുകൂടെ കണ്ടാലും ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലി, എല്ലാ മതത്തിന്റെയും മീതെ ഈ ഇസ്ലാം അത് തല ഉയർത്തി നിൽക്കുമെന്ന് അല്ലാഹുവിന്റെ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. സുഹൃത്തുക്കളെ, ഒരുപാട് തന്ത്രങ്ങൾ ഈ ദീനിനെതിരെ പലരും മെനഞ്ഞിട്ടുണ്ട്. അതൊന്നും വിലപ്പോയിട്ടില്ല. ഇന്നഹും യകീദൂന കൈദാ, അവർ തന്ത്രം മെനയുകയാണ്. വഅകീദു കൈദാ, നാമും അവർക്കെതിരെ ഒരു തന്ത്രം മെനയുകയാണ്. ഫമഹിലിൽ കാഫിരീന അംഹിൽഹും റുവൈദാ, തന്ത്രം മെനഞ്ഞ സത്യനിഷേധികളുടെ തന്ത്രത്തെ നാം തകർത്ത് തരിപ്പണമാക്കി എന്ന് അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്. പിലോത്തസിന്റെ കിങ്കരന്മാർക്ക് ഈസാ നബിയെ ഒറ്റുകൊടുത്ത ജൂദാസിന്റെ ചരിത്രം നമുക്കറിയാം. അല്ലാഹു സുബ്ഹാനഹു വതആല അവിടെ പയറ്റിയത് മനുഷ്യൻ പ്രയോഗിക്കുന്ന തന്ത്രമല്ല, മറിച്ച് ഈസാ നബിയെ ഒറ്റുകൊടുക്കാൻ വേണ്ടി കടന്നു ചെന്ന ജൂദാസിന് അല്ലാഹു സുബ്ഹാനഹു വതആല ഈസാ നബിയുടെ രൂപം കൊടുക്കുകയും അവർ ഈസാ നബിയാണെന്ന് കരുതി ഒറ്റുകാരനെ എടുത്ത് കുരിശിൽ തറക്കുകയുമാണ് ചെയ്തത്. വമാ ഖതലൂഹു വമാ സലബൂഹു വലകിൻ ശുബ്ബിഹ ലഹും, അല്ലാഹു സുബ്ഹാനഹു വതആല പറയുകയാണ്, അവർ ഈസാ നബിയെ കൊന്നിട്ടില്ല, അവർ ഈസാ നബിയെ കുരിശിലേക്കിയിട്ടില്ല. വലകിൻ ശുബ്ബിഹ ലഹും, മറിച്ച് ഈസാ നബിയുടെ രൂപത്തിൽ ജൂദാസിനെ അവരുടെ മുമ്പിലേക്ക് തിരിച്ചു കൊണ്ടുവരികയാണ് പടച്ച റബ്ബ് ചെയ്തത് എന്നതാണ്. അതുകൊണ്ട് അല്ലാഹുവിന്റെ ദീനിനെതിരെ, അല്ലാഹുവിന്റെ ദീനിന്റെ വക്താക്കൾക്കെതിരെ ആര് തന്ത്രം മെനഞ്ഞാലും അവർ കാണാത്ത, അവർ കണക്കുകൂട്ടാത്ത തന്ത്രത്തിലൂടെയാണ് അല്ലാഹുവരെ പിടികൂടുക. അല്ലാഹുവിന്റെ പ്രവാചകരെ, സത്യനിഷേധികൾ താങ്കളെ ഇല്ലായ്മ ചെയ്യാൻ, താങ്കളെ കൊന്നൊടുക്കാൻ, താങ്കളെ നാടുകടത്താൻ അവർ തന്ത്രം മെനയുന്നു. വയം ഖുറൂൻ, അവർ തന്ത്രം മെനയുന്നു. വയം ഖുറുല്ലാഹ്, അല്ലാഹു തന്ത്രം മെനയുന്നു. വല്ലാഹു ഖൈറുൽ മാകിരീൻ, തന്ത്രം മെനയുന്നവരിൽ ഏറ്റവും നല്ല തന്ത്രശാലി പടച്ച റബ്ബാണ് എന്ന് അല്ലാഹുവിന്റെ ഖുർആൻ സൂറത്ത് അൻഫാലിന്റെ 30-ാമത്തെ ആയത്ത്. എന്താണ് പശ്ചാത്തലം? ബദറാണ് പശ്ചാത്തലം. അല്ലാഹുവിന്റെ റസൂലിനെയും സ്വഹാബത്തിനെയും ഇല്ലായ്മ ചെയ്യാൻ ബദറിന്റെ പോർക്കളത്തിൽ തമ്പടിച്ച ശത്രുക്കൾ അഹങ്കാരപ്പട എന്നാണ് ഖുർആൻ അവരെ പേര് വിളിച്ചത്. ആ അഹങ്കാരപ്പട തന്ത്രങ്ങൾ മെനയുകയുണ്ടായി അല്ലാഹുവിന്റെ റസൂലിനെയും സ്വഹാബത്തിനെയും ഇല്ലായ്മ ചെയ്യാൻ. പക്ഷേ ചരിത്രത്തിൽ സത്യനിഷേധികൾക്ക് ഇത്രയും വലിയൊരു ആഘാതമുണ്ടാക്കിയ യുദ്ധം ഇസ്ലാമിക ചരിത്രത്തിൽ ഇല്ലാത്ത വിധം പടച്ച റബ്ബ് തന്ത്രം മെനഞ്ഞു. ബദറിന്റെ പോർക്കളം വിശ്വാസികൾക്ക് അനുകൂലമായി മാറി. സത്യനിഷേധികളുടെ കയ്യിൽ സമ്പത്തും സ്വാധീനവും സന്നാഹവും ആയുധങ്ങളും എല്ലാം ഉണ്ടായിട്ടും അവർ തോറ്റ് തരിപ്പണമായത് ചരിത്രത്തിന്റെ പാഠമാണെങ്കിൽ സഹോദരന്മാരെ, ഇത് ഇസ്ലാമാണ്.
ഇസ്ലാം ഏതെങ്കിലും ഒരു മനുഷ്യന്റെ തലച്ചോറിൽ നിന്നുണ്ടായതല്ല. അല്ലാഹുവിന്റെ പ്രവാചകൻ പോലും സ്വന്തം ഇഷ്ടപ്രകാരം ദീനായിട്ട് ഒരു വാക്ക് പോലും ഉരിയാടിയിട്ടില്ല. വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹയ്യുഹാ. വഹയിന്റെ പിൻബലമില്ലാതെ അല്ലാഹുവിന്റെ പ്രവാചകൻ ഈ ദീനിന്റെ ഒരു വാക്ക് പോലും പറഞ്ഞിട്ടില്ല. അല്ലാഹുവിന്റെ റസൂലേ, താങ്കളെങ്ങാനും താങ്കളുടെ സ്വന്തം ഇഷ്ടം ഈ ദീനിന്റെ പേരിൽ പറഞ്ഞാൽ ലഅഖദ്നാ മിൻഹു ബിൽ യമീൻ ثم لഖതഅനാ മിൻഹുൽ വതീൻ, താങ്കളുടെ ജീവനാടിയെ ഞാൻ മുറിച്ചു കളയുമെന്ന് അല്ലാഹുവിന്റെ പ്രവാചകനോട് പോലും പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല ഗൗരവത്തിൽ താക്കീത് കൊടുക്കുമ്പോൾ സമ്പൂർണ്ണമായിട്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന ഒന്നാമത്തെ ആയത്ത് മുതൽക്ക് മിനൽ ജിന്നതി വന്നാസ് എന്ന അവസാനത്തെ 114 അധ്യായം സൂറത്തുൻ നാസിന്റെ അവസാനത്തെ ആയത്ത് വരെ സമ്പൂർണ്ണമായിട്ടും പടച്ച റബ്ബിന്റെ കലാമല്ലാതെ ഒരു പടപ്പിന്റെയും കലാം, ഒരു പടപ്പിന്റെയും വാക്ക്, ഒരു പടപ്പിന്റെയും ചിന്ത, ഒരു പടപ്പിന്റെയും കാഴ്ചപ്പാട് ഈ വിശുദ്ധ ഇസ്ലാമിൽ കടന്നുകൂടിയിട്ടില്ലാത്ത വിധം ഭദ്രമാണിത്. ഇന്നാ നഹ്നു നസ്സൽനാ ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ. ആരൊക്കെ എന്തെല്ലാം പരിശ്രമങ്ങൾ നടത്തിയാലും ശരി, പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ ഗ്രന്ഥമാണിത്, ദീനാണിത്. വ ഇന്നാ ലഹു ലഹാഫിളൂൻ, നാം ഇതിനെ സംരക്ഷിക്കുക തന്നെ ചെയ്യുമെന്ന് പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ വാക്കാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഇസ്സത്തോടുകൂടെ ഇസ്ലാമിനെ നെഞ്ചോട് ചേർത്ത് മുന്നോട്ട് പോകാൻ നമുക്കെല്ലാവർക്കും സാധിക്കേണ്ടതുണ്ട്. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അല്ലാഹുവിനെ സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടെ ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. തൗഹീദിന്റെ പ്രബോധനത്തിന് കടന്നുവന്ന സാലിഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയെ കൊന്നൊടുക്കാനും അദ്ദേഹത്തെ ഇല്ലായ്മ ചെയ്യാനും വേണ്ടി സമൂദ് ഗോത്രം തന്ത്രം മെനഞ്ഞതിനെ കുറിച്ച് ഖുർആൻ സൂറത്തുൻ നംലിന്റെ 48 മുതൽ 51 വരെയുള്ള ആയത്തുകളിൽ അല്ലാഹു പറയുന്നുണ്ട്. അവർ തലേ ദിവസം യോഗം കൂടുകയും 9 പേർ, ഒരു ഗുണ്ടാ സംഘം, അവർ സാലിഹ് നബിയെയും അവരുടെ അനുയായികളെയും കൊന്നൊടുക്കാൻ വേണ്ടി തീരുമാനിക്കുകയും ചെയ്ത ആ സമയത്തെക്കുറിച്ച് അല്ലാഹു പറഞ്ഞിട്ട് പടച്ചറബ് പറയുന്നത് വമക്കറു മക്ര, അവരൊരു പ്രത്യേകതരം തന്ത്രം മെനഞ്ഞു. വെറും തന്ത്രമല്ല, അങ്ങേയറ്റത്തെ ശ്രമകരമായ, ശ്രദ്ധേയമായ, അങ്ങേയറ്റത്തെ വലിയൊരു തന്ത്രം തന്നെ അവർ മെനഞ്ഞു. വമക്കർനാ മക്ര, നാമും തന്ത്രം മെനഞ്ഞു. വഹും ലാ യശ്ഉറൂൻ, അവർ അത് അറിഞ്ഞില്ലായിരുന്നു. ഫൻദുർ കൈഫ കാന ആഖിബതു മക്രിഹിം അന്നാ ദമ്മർനാഹും വഖൗമഹും അജ്മഈൻ. ഫൻദുർ, നിങ്ങൾ നോക്കിക്കാണൂ, കൈഫ കാന ആഖിബതു മക്രിഹിം, പ്രവാചകനെ കൊന്നൊടുക്കാനുള്ള അവരുടെ തന്ത്രത്തിന്റെ പര്യാവസാനം എങ്ങനെയായിരുന്നു? നാം മെനഞ്ഞ തന്ത്രമാണ് അവിടെ നടപ്പിലായത്. അന്നാ ദമ്മർനാഹും വഖൗമഹും അജ്മഈൻ, നാം അവരെ നശിപ്പിച്ചു, അവരുടെ കൂട്ടാളികളെയും നശിപ്പിച്ചു. സൂറത്തുൻ നഹ്ലിന്റെ 26-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നത് ഖദ് മക്കറല്ലദീന മിൻ ഖബ്ലിഹിം, അവരുടെ മുമ്പുള്ളവരും അല്ലാഹുവിന്റെ ദീനിനെതിരെ, പ്രവാചകന്മാർക്കെതിരെ, വിശ്വാസികൾക്കെതിരെ, ഈ ദീനിന്റെ ആശയാദർശങ്ങൾക്കെതിരെ തന്ത്രങ്ങൾ പ്രയോഗിച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല തുടർന്ന് പറയുന്നു ഫഅതല്ലാഹു ബുനിയാനഹും മിൻ ഖവാഇദി ഫഖറ അലൈഹിമുസ് സഖഫ് മിൻ ഫൗഖിഹിം വഅതാഹുമുൽ അദാബു മിൻ ഹൈതു ലാ യശ്ഉറൂൻ. അവരുടെ തന്ത്രത്തിന്റെ പര്യാവസാനമായി, അതിന്റെ ഫലമായിട്ട് എന്താണ് ഉണ്ടായത്? അവർ ഭൗതികമായ ചില തന്ത്രങ്ങൾ, ചില കുതന്ത്രങ്ങൾ അവർ മെനഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആലയാകട്ടെ അവരുടെ സ്ഥാപനങ്ങളുടെ, അവരുടെ ബിൽഡിംഗുകളുടെ അസ്ഥിവാരത്തിലൂടെയാണ് തന്ത്രം മെനഞ്ഞത്. അവർ അവരുടെ ഭവനങ്ങളിൽ ഒരുമിച്ചുകൂടി ദീനിനെതിരെയും പ്രവാചകന്മാർക്കെതിരെയും വിശ്വാസികൾക്കെതിരെയും തന്ത്രം മെനഞ്ഞപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർ കൂടിയിരിക്കുന്നവരുടെ ഭവനങ്ങളുടെ അസ്ഥിവാരങ്ങളിലൂടെ തന്ത്രം മെനഞ്ഞ് അവരെ അട്ടിമറിച്ച് അവരെ കൊന്നൊടുക്കി എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ഫഖറ അലൈഹിമുസ് സഖഫ്, അവരുടെ മേൽക്കൂരകൾ അവരുടെ മേലെ തകർന്നു വീഴുകയുണ്ടായി. വഅതാഹുമുൽ അദാബ്, അല്ലാഹുവിന്റെ ശിക്ഷ അവരെ പിടികൂടുകയുണ്ടായി എന്നാണ് സഹോദരന്മാരെ പറയുന്നത്. അതുകൊണ്ട് തന്നെ അല്ലാഹുവിന്റെ തന്ത്രം എന്ന് പറയുന്നത് അത് വല്ലാത്ത തിരിച്ചടിയായിരിക്കും. പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ ദീനിനോട് അതിനെതിരെ ആരെങ്കിലും യുദ്ധവുമായിട്ട് ഇറങ്ങി പുറപ്പെട്ടാൽ ശക്തമായ തിരിച്ചടിയായിരിക്കും. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമെ ഇല്ലായ്മ ചെയ്യാൻ അവർ തീക്കുണ്ടാരമുണ്ടാക്കി. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ഖുൽനാ യാ നാറു കുനി ബർദൻ വസലാമൻ അലാ ഇബ്രാഹിം, ഇബ്രാഹിമിന് മേൽ തീ നീ തണുപ്പും സമാധാനവുമാവുക. വ അറാദു ബിഹി കൈദാ, അവർ ഇബ്രാഹിം നബിക്കെതിരെ തന്ത്രം മെനഞ്ഞു. എന്താ തന്ത്രം മെനഞ്ഞത്? ഇബ്രാഹിം നമ്മുടെ ദൈവങ്ങൾക്കെതിരെ സംസാരിക്കുന്നവരാണ്. അവനെ കരിച്ചു കളയാൻ നിങ്ങൾ വിറക് ശേഖരിച്ച് കൂട്ടിക്കൊണ്ടുവന്നാൽ നിങ്ങളുടെ ആവശ്യങ്ങൾ നമ്മുടെ ദൈവങ്ങൾ പൂർത്തീകരിച്ചു നൽകും, നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിങ്ങൾക്ക് സഫലമാക്കി കിട്ടും. ഇങ്ങനെയുള്ള ഒരുപാട് തന്ത്രങ്ങൾ മെനഞ്ഞ് ആളുകളെ കൊണ്ട് വിറക് ശേഖരിപ്പിച്ചിട്ട് വലിയ തീക്കുണ്ഠാരം നിർമ്മിക്കപ്പെട്ടപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാ ഫഅറാദു ബിഹി കൈദാ, അദ്ദേഹത്തെ കൊണ്ട് തന്ത്രം മെനയാൻ അവർ പ്രയോഗിച്ചു, അവർ വിചാരിച്ചു, അവർ ലക്ഷ്യം വെച്ചു. ഫജഅൽനാഹുൽ അഖ്സരീൻ, പക്ഷെ അവരുടെ തന്ത്രങ്ങളെ നാം പരാജയപ്പെടുത്തി കളഞ്ഞു എന്നാണ്. മൂസാ നബിയുടെ ചരിത്രത്തിലും അങ്ങനെ കാണാം. വമാ കൈദ ഫിർഔൻ ഇല്ലാ ഫീ സബാബ്,
ഫിർഔൻ അല്ലാഹുവിന്റെ പ്രവാചകൻ മൂസാ നബിക്കെതിരെ തന്ത്രം പ്രയോഗിച്ചു. അദ്ദേഹത്തിന്റെ തന്ത്രവും പരാജയപ്പെട്ട് ഖുസ്റാനായി ഹലാക്കായി മാറിയെന്ന് അല്ലാഹുവിന്റെ ഖുർആൻ സൂറത്ത് ഗാഫിറിന്റെ 37-ാമത്തെ വചനത്തിൽ സഹോദരന്മാരെ പഠിപ്പിക്കുന്നുണ്ട്. കുതന്ത്രം മെനയുന്നവർ മനസ്സിലാക്കണം, അത് ദീനിനെതിരാകട്ടെ, മറ്റു വ്യക്തികൾക്കെതിരാകട്ടെ, സംഘങ്ങൾക്കെതിരാകട്ടെ, കുതന്ത്രം മെനയാൻ ഒരാൾ ഇറങ്ങിപ്പുറപ്പെട്ടാൽ കുതന്ത്രം മെനയുന്നവർ അറിയുക, അവർ മെനയുന്ന കുതന്ത്രം അവരിലേക്ക് തന്നെ തിരിച്ചു വരുമെന്നാണ്. ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ കാലത്തൊരു ചർച്ചയുണ്ടായി. ഒരാളെ കൊണ്ട് നിർബന്ധിച്ച്, അയാളെ പീഡിപ്പിച്ച്, അയാളെ ഭീഷണിപ്പെടുത്തി ഒരു പെണ്ണിനെ ത്വലാഖ് ചെല്ലിച്ചാൽ അത് ത്വലാഖാകുമോ എന്നതായിരുന്നു ചോദ്യം. ഇമാം മാലിക് റഹ്മത്തുള്ളാഹി പറഞ്ഞു അത് ത്വലാഖാവുകയില്ല. കാരണം അയാൾ നിർബന്ധിതനാണ്, അയാളെ കൊണ്ട് നിർബന്ധിച്ച് പറയിപ്പിക്കുകയാണ്. എന്നാൽ ഭരണകൂടം അത് ത്വലാഖാകും എന്നായിരുന്നു ഭരണകൂടത്തിന്റെ തീരുമാനം. ഇമാം മാലിക് റഹ്മത്തുള്ളാഹിയെ കൊണ്ട് അവർ നിർബന്ധിപ്പിച്ചു ഭരണകൂടത്തിന്റെ തീരുമാനം പറയാൻ വേണ്ടി. പക്ഷെ ദീന് ആളുകൾക്ക് വേണ്ടിയോ ഭരണകൂടത്തിന് വേണ്ടിയോ മാറ്റി പറയാനുള്ളതല്ല എന്ന തിരിച്ചറിവിൽ നിന്നുകൊണ്ട് ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അദ്ദേഹം പറഞ്ഞ വാക്കിൽ തന്നെ ഉറച്ചു നിന്നു. അദ്ദേഹത്തെ ചമ്മട്ടിക്കൊണ്ടവർ പ്രഹരിച്ചു, അദ്ദേഹത്തിന്റെ കൈ ഒടിഞ്ഞു തൂങ്ങി, അദ്ദേഹത്തെ മൊട്ടയടിച്ച് സമുദായത്തിലൂടെ ഒരു കഴുതപ്പുറത്ത്, വില കുറഞ്ഞ കഴുതപ്പുറത്ത് സമൂഹത്തിലൂടെ അദ്ദേഹത്തെ കൊണ്ടു നടന്നു. എന്തിനു വേണ്ടി? ആളുകൾ അദ്ദേഹത്തിന് കൊടുത്തുകൊണ്ടിരിക്കുന്ന വില അത് ഇടിച്ചു കാണിക്കാൻ വേണ്ടി. ഇമാം മാലിക് റഹ്മത്തുള്ളാഹി മൊട്ടയടിച്ച് ഈ ഗവർണറുടെയും പട്ടാളത്തിന്റെയും കൂടെ അങ്ങാടിയിലൂടെ ഈ കഴുതപ്പുറത്ത് പോകുമ്പോ തന്നെ നോക്കി നിൽക്കുന്ന ജനങ്ങളോട് പറഞ്ഞു, ഞാൻ മാലിക് ഇബ്നു അനസാണ്. എന്റെ വാദം നിർബന്ധിച്ച ഒരാളെ കൊണ്ട്, ഭീഷണിപ്പെടുത്തിയ ഒരാളെ കൊണ്ട് ത്വലാഖ് ചെല്ലിച്ചാൽ ആ ത്വലാഖ് സാധുവാവുകയില്ല എന്നാണ് എന്റെ വാദമെന്ന് തന്റെ മുന്നിൽ കണ്ട മുഴുവൻ ആളുകളോടും ആ കഴുതപ്പുറത്ത് സഞ്ചരിച്ച് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ ഭരണകൂടത്തിന് മനസ്സിലായി ഇത് വെളുക്കാൻ തേച്ചത് പാണ്ടാകുമെന്ന്. അങ്ങനെ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് മടക്കിവിടാൻ അവർ ആവശ്യപ്പെട്ടു എന്നാണ്. ആ നാട്ടുകാർ മുഴുവൻ ഇമാം മാലിക്കിനെ സപ്പോർട്ട് ചെയ്യുന്ന അവസ്ഥയുണ്ടായി എന്നാണ്. സുഹൃത്തുക്കളെ, ദീനിനെതിരെ ഏതു വലിയ ശക്തിയും, അത് ഭരണകൂടമാകട്ടെ, അത് ചിന്തയുള്ളവരാകട്ടെ, വിദ്യാഭ്യാസമുള്ളവരാകട്ടെ, ഏതെങ്കിലും നയാ പൈസ കയ്യിൽ വന്ന് ഒന്നുമില്ലാത്തടത്തു നിന്ന് കുറച്ച് കാശ് പടച്ചിറപ്പ് നൽകി നാട്ടിലും അതുപോലെ തന്നെ സമൂഹത്തിലും അറിയപ്പെടുന്ന ഒരു പ്രമാണിയായി മാറി എന്ന് വിചാരിച്ചിട്ട് ഇസ്ലാമിനെതിരെ കൊഞ്ഞനം കുത്താമെന്ന് വിചാരിച്ചാൽ അത് നടക്കില്ലെന്ന കാര്യം ഇസ്ലാമിന്റെ നാളിതുവരെയുള്ള ചരിത്രമാണ്. ഓരോ ആരോപണങ്ങളും ഇസ്ലാമിന്റെ വളർച്ചയ്ക്ക് കാരണമാവുകയല്ലാതെ ഇസ്ലാം തളർന്നു പോയിട്ടില്ല. വഹും യുജാദിലൂന ഫില്ലാഹ്, അവർ അല്ലാഹുവിന്റെ വിഷയത്തിൽ തർക്കിച്ചുകൊണ്ടിരിക്കുകയാണ്. വഹുവ ശദീദുൽ മിഹാൽ, അല്ലാഹു ആകട്ടെ അതീവ തന്ത്രശാലിയാണ് എന്ന് വിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. ചരിത്രത്തിൽ ധാരാളം സംഭവങ്ങളുണ്ട്, സമയത്തിന്റെ കുറവാണ്. ഒരു അത്ഭുത ബാലന്റെ കഥ നമുക്കെല്ലാവർക്കും അറിയാം അല്ലെ? ആ അത്ഭുത ബാലനെ കൊല്ലാൻ ഭരണാധികാരി പ്രയാസപ്പെട്ട് അവസാനം ആ കുട്ടി അയാളോട് പറഞ്ഞു, എന്നെ കൊല്ലാം നിങ്ങൾക്ക്. എന്റെ ആവനായിൽ നിന്ന് അമ്പെടുത്ത് എനിക്കെതിരെ നിങ്ങൾ അമ്പ് ചെയ്യുമ്പോ ബിസ്മി റബ്ബി ഹാദൽ ഗുലാം, ഈ കുട്ടിയുടെ റബ്ബിന്റെ നാമത്തിൽ എന്ന് നിങ്ങൾ പറയണം. പക്ഷേ ഈ നാട്ടിലുള്ള മുഴുവൻ ആളുകളെയും നിങ്ങൾ വിളിച്ചു ചേർക്കണമെന്നാണ്. ഇസ്ലാമിലേക്കുള്ള ഒഴുക്ക് തടയാൻ തുബ്ബ രാജവംശം ഈ കുഞ്ഞിനെ കൊല്ലാൻ തീരുമാനിച്ചപ്പോ പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല മറ്റൊരു തന്ത്രമാണ് മെനഞ്ഞത്. ആ നാട്ടിലുള്ള മുഴുവൻ ആളുകളെയും വിളിച്ചുകൂട്ടി ഈ കുട്ടിയെ ബിസ്മി ചൊല്ലി കൊലപ്പെടുത്തിയപ്പോ ആ കുട്ടി മരിച്ചതോടുകൂടെ കൂടി നിന്ന മുഴുവൻ ആളുകളും അവിടെ സാഷ്ടാംഗം പ്രണമിക്കുകയാണ്. ഇത് തന്നെയല്ലേ ഫിർഔന്റെ ചരിത്രത്തിലുമുള്ളത്. വടിയിട്ട് പാമ്പായപ്പോ ഫിർഔൻ പറഞ്ഞത് മാജിക് ആണ്, ഇതിനേക്കാൾ വലിയ മജീഷ്യന്മാർ ഞങ്ങളുടെ മുമ്പിലുണ്ട്, ഒരു മത്സരത്തിൽ തയ്യാറുണ്ടോ? എന്നാൽ തയ്യാറെടുത്തോളൂ എന്ന് പറഞ്ഞ് ഉത്സവത്തിന്റെ ദിവസം സമയവും സ്ഥലവും എല്ലാം തീരുമാനിച്ചത് ഫിർഔനാണ്. അതിന് സപ്പോർട്ടീവായി മൂസാ അലൈഹിസ്സലാത്തു വസ്സലാം സമ്മതം മൂളുകയാണ് ചെയ്തത്. അവൻ വിചാരിച്ചത് അയാളുടെ സാഹിര്യങ്ങളെ കൊണ്ട് ഈ ദീനിനെ ഊതിക്കെടുത്താമെന്നാണ്. പക്ഷേ മുഴുവൻ സാഹിറുകളും സുജൂദിൽ വീണ് ഇതാ ഞങ്ങൾ മൂസാ നബിയുടെ മതം സ്വീകരിച്ചിരിക്കുന്നു എന്ന് പ്രഖ്യാപിക്കുന്ന അവസ്ഥയുണ്ടാവുകയാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നാം മുസ്ലിങ്ങളാണ്, നാം മുഅ്മിനീങ്ങളാണ്, ഈ ഖുർആന്റെ സുന്നത്തിന്റെ വക്താക്കളാണ്. നമുക്കൊരു കുറവ് തോന്നരുത്. നമ്മൾ ഈ ദീനിനെ കുറിച്ച് എവിടെയെങ്കിലും കേൾക്കുമ്പോഴേക്ക് നമ്മൾ തെറ്റിദ്ധരിച്ചു പോകരുത്. കൃത്യമായി പഠിക്കണം, നമ്മൾ കൃത്യമായി പ്രാക്ടീസ് ചെയ്യണം, നമ്മൾ മനസ്സറിഞ്ഞ് തൃപ്തിപ്പെടണം. റളീതു ബില്ലാഹി റബ്ബ വബിൽ ഇസ്ലാമി ദീന വബി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബിയ, അല്ലാഹുവിനെ റബ്ബായിട്ടും ഈ ദീനിനെ ഇസ്ലാമിനെ ദീനായിട്ടും മുഹമ്മദ് നബിയെ എന്റെ ദൂതനായിട്ടും ഞാനിതാ തൃപ്തിപ്പെടുന്നു എന്ന് മനസ്സറിഞ്ഞ് പറയാനും ഇസ്ലാമിന്റെ ഇജ്ജത്ത് കാത്തു സൂക്ഷിച്ച് അഭിമാന ബോധത്തോടെ ജീവിക്കാനും നമുക്കെല്ലാവർക്കും സാധിക്കേണ്ടതുണ്ട്. സുഹൃത്തുക്കളെ, മുസ്ലിം നാമധാരികളായി അറിയപ്പെടുന്നവരിൽ നിന്ന് ചില കാര്യങ്ങൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. വിഷമകരമായ സാഹചര്യമാണ്. ഈ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ട ഒരു ചിത്രം നമുക്കെല്ലാവർക്കും അറിയാം.
അറിയാം അല്ലെ, ഒരു RSSകാരനുമായിട്ട് ഫ്രണ്ട്ഷിപ്പ് കാത്തു സൂക്ഷിച്ച ഒരു മുസ്ലിം പെൺകുട്ടി അവൾ തൂങ്ങി മരിച്ചു എന്നാണ് വാർത്ത. പിന്നീട് അറിഞ്ഞത് അയാൾ കൊലപ്പെടുത്തിയതാണ് എന്നാണ്. ഭർത്താവുമായി പിരിഞ്ഞു നിൽക്കുന്ന ഒരു കുട്ടിയുടെ ഉമ്മയായ അവള് എന്തിനാണ് ഒരു അന്യപുരുഷനുമായിട്ട് സൗഹൃദം സ്ഥാപിച്ചത്? സുഹൃത്തുക്കളെ, കരുതിയിരിക്കുക, ഒരു കൊലപാതകം, ഒരു അക്രമം, ഒരു വലിയ ദുരന്തം പെട്ടെന്ന് വരുന്നതല്ല, മറിച്ച് ഇസ്ലാം പറഞ്ഞ ചെറിയ ചെറിയ കൽപ്പനകളെ കാറ്റിൽ പറത്തുമ്പോഴാണ് വലിയ ദുരന്തങ്ങൾ ഉണ്ടാകുന്നത്. അന്യപുരുഷനോടുള്ള പെരുമാറ്റം, അവനോടുള്ള സംസാരം, അവനുമായി ഫ്രണ്ട്ഷിപ്പ് ഒരിക്കലും ഒരു പെണ്ണിന് പാടില്ല, ഒരു ആണിനും പാടില്ല. അവിടെ ഇസ്ലാം വെച്ച കൽപ്പനയെ ബ്രേക്ക് ചെയ്യുന്നതോടെ പിന്നീട് വലിയ ദുരന്തങ്ങളിൽ കലാശിക്കുകയാണ്. നിത്യവും നമ്മൾ ഓരോ വാർത്തകൾ കേൾക്കുകയാണ്, അതിലെല്ലാം മുസ്ലിം നാമമുള്ളവരെയാണ് നമ്മൾ കാണുന്നത്. എന്താണ്? ചെറിയ ചെറിയ ദീനിന്റെ കൽപ്പനകളെ കാറ്റിൽ പറത്തുന്നതോടെ പിന്നീട് വലിയ ദുരന്തമായിട്ട് അത് മാറുകയാണ്. ഇസ്ലാം പറയുന്ന കാര്യങ്ങളെ കാറ്റിൽ പറത്തുമ്പോൾ ഒരുപക്ഷെ ഭൗതികമായ താൽക്കാലികമായ നേട്ടങ്ങൾ ആദ്യമൊക്കെ കിട്ടിയെന്ന് വന്നേക്കാം. ചെറിയ സന്തോഷവും ചെറിയ സുഖവും ചെറിയ ആനന്ദവും ഒക്കെ ലഹരിയിലാണെങ്കിലും ഇതുപോലെ അവിഹിത ബന്ധങ്ങളിലാണെങ്കിലും മറ്റു സാമ്പത്തിക രംഗത്തുള്ള അനിസ്ലാമിക നീക്കങ്ങളായിരുന്നാലും ആദ്യമൊക്കെ ചില നേട്ടങ്ങളൊക്കെ ഉണ്ടായി എന്ന് വന്നേക്കാം. പിന്നീട് അത് വലിയ ദുരന്തങ്ങളിലേക്കാണ് കലാശിക്കാൻ പോകുന്നതെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ ദീനിനെ ശരിയായ നിലക്ക് പഠിച്ച് മനസ്സിലാക്കി ഉൾക്കൊണ്ട് മുന്നോട്ട് പോകാനും ഇതിനെതിരെയുള്ള തെറ്റിദ്ധാരണകൾക്കെതിരെ ശക്തമായിട്ട് മുന്നോട്ട് പോകാനും നമ്മൾ എല്ലാവരും പരിശ്രമിക്കുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. വന്നുപോയ എല്ലാ വീഴ്ചകളും അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. അവന്റെ ഇഷ്ടപ്പെട്ട അടിമകളിൽ നമ്മെ എല്ലാവരെയും ചേർക്കുമാറാവട്ടെ. ഒരുപാട് സഹോദരങ്ങൾ രോഗികളാണ്. പലരും പ്രാർത്ഥനയ്ക്ക് അഭ്യർത്ഥിച്ചുകൊണ്ട് മെസ്സേജുകൾ അയച്ചിട്ടുണ്ട്. ഇവിടെ വന്ന് കയറുമ്പോഴും ഇവിടുത്തെ ഭാരവാഹികൾ പ്രാർത്ഥിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഹോസ്പിറ്റലിൽ അത്യാഹിത നിലയിൽ കിടക്കുന്ന സഹോദരങ്ങളുണ്ട്, വീടുകളിൽ കിടക്കുന്ന ആളുകളുണ്ട്. അള്ളാഹു എല്ലാവർക്കും ആശ്വാസവും ശിഫയും പ്രദാനം ചെയ്യുമാറാവട്ടെ. നാം ഭയക്കുന്ന എല്ലാ രോഗങ്ങളും അള്ളാഹു നമ്മെ തൊട്ട് തടുക്കുമാറാവട്ടെ. നമുക്ക് നേരെയുള്ള മുസീബത്തുകളെ അള്ളാഹു സുബ്ഹാനഹു വ തആല തട്ടിമാറ്റുമാറാവട്ടെ. അള്ളാഹു നമ്മുടെ നല്ല മുറാദുകളെ ഹാസിലാക്കുമാറാവട്ടെ. മാനസികവും ശാരീരികവും കുടുംബപരവും സാമ്പത്തികവുമായ എല്ലാ പരാധീനതകളും അള്ളാഹു നീക്കിത്തരുമാറാവട്ടെ. അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട കർമ്മങ്ങളിൽ മുഴുകാനും ആ കർമ്മത്തിലായിരിക്കെ റബ്ബിലേക്ക് സന്തോഷത്തോടെ മടങ്ങാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീക്ക് നൽകട്ടെ. നമ്മുടെ സമയത്തിൽ, നമ്മുടെ ആരോഗ്യത്തിൽ, നമ്മുടെ മക്കളിൽ, നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ സമ്പത്തിൽ എല്ലാറ്റിലും അള്ളാഹു ഖൈറും ബറക്കത്തും കൺകുടർമയും ഏറ്റി നൽകുമാറാവട്ടെ. പടച്ചറബിന്റെ ദീനിന് വേണ്ടി ശരീരം കൊണ്ടും സമ്പത്ത് കൊണ്ടും കഠിനാധ്വാനം ചെയ്യാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീക്ക് നൽകുമാറാവട്ടെ. പിശാചിന്റെയും അവന്റെ കൂട്ടാളികളുടെയും എല്ലാ തന്ത്രങ്ങളെയും തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോകാൻ, അള്ളാഹുവിന്റെ ദീനിലേക്ക് ഓടിയെടുക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാവട്ടെ. നമ്മൾ മരിച്ചു പിരിഞ്ഞ ഒരുപാട് ആളുകളുണ്ട്. അള്ളാഹു എല്ലാവരുടെയും ഖബറിനെ സ്വർഗ്ഗമാക്കുമാറാവട്ടെ. ഈ രാജ്യം അത് ഉയർത്തിപ്പിടിക്കുന്ന ഐക്യവും ജനാധിപത്യവും സാഹോദര്യവും അത് അള്ളാഹു ഇതിനേക്കാൾ മനോഹരമായ നിലക്ക് നിലനിർത്തുമാറാവട്ടെ. ഈ രാജ്യത്തിന്റെ പല ഭാഗത്തും വിവിധങ്ങളായ തരത്തിലുള്ള വർഗീയ നീക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. അള്ളാഹു അതിന് നേതൃത്വം കൊടുക്കുന്നവർക്ക് സൽബുദ്ധി തോന്നിക്കുമാറാവട്ടെ. അവരുടെ തന്ത്രങ്ങൾ അള്ളാഹു പരാജയപ്പെടുത്തുമാറാവട്ടെ. അവരുടെ സംഘശക്തി അള്ളാഹു ചിഹ്ന ഭിന്നമാക്കുമാറാവട്ടെ. അവരുടെ ആസൂത്രണങ്ങളെ അള്ളാഹു പരാജയപ്പെടുത്തുമാറാവട്ടെ. രാജ്യത്തിന്റെ അധികാരം ജനാധിപത്യ സംരക്ഷകർക്ക് അള്ളാഹു തിരിച്ചു നൽകുമാറാവട്ടെ. ലോകത്തുടനീളം കഷ്ടപ്പെടുന്ന ധാരാളം ആളുകൾ ഇന്നും പലസ്തീനികൾ തീരുന്നുകൊണ്ടാണ് ജീവിക്കുന്നത്. പട്ടിണി പാവങ്ങളാണ്. വെളിച്ചമില്ല, ഭക്ഷണമില്ല, വെള്ളമില്ല. ഏത് മീഡിയയും അത് ഒപ്പിയെടുക്കുന്നില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ആശ്വാസം നൽകുമാറാവട്ടെ. അവർക്ക് സ്വാതന്ത്ര്യം നൽകുമാറാവട്ടെ. അവർക്ക് സമാധാനം നൽകുമാറാവട്ടെ. അവരുടെ വിശ്വാസികൾക്ക് അള്ളാഹു ധാരാളം പ്രതിഫലം നൽകുമാറാവട്ടെ. അള്ളാഹു മനുഷ്യരെ പ്രയാസപ്പെടുത്തുന്ന, കൊല്ലാകൊല ചെയ്യുന്ന, അതിലൂടെ സാമ്പത്തിക നേട്ടവും ഭൗതിക അഭിവൃദ്ധിയും ആഗ്രഹിച്ചുകൊണ്ട് ലോകത്തുടനീളം കലാപങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന വൻകിട ശക്തികൾ അമേരിക്കയും ഇസ്രായേലും അവരുടെ ചൊൽപ്പടിക്ക് നിൽക്കുന്ന ധാരാളം രാഷ്ട്രങ്ങളും അള്ളാഹു അവർക്ക് എല്ലാവർക്കും കനത്ത തിരിച്ചടി പ്രദാനം ചെയ്യുമാറാവട്ടെ. അവരുടെ ആയുധ ശേഖരങ്ങളെ അള്ളാഹു നശിപ്പിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദി അൽ ഹാജാത്. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين.